വലിയനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ പരിശുദ്ധ പിതാവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു അവൻ്റെ പുത്രൻ മുഖാന്തരൻ്റെ ആത്മാവിനാൽ അവൻ്റെ വിശുദ്ധന്മാരോട് ചേർന്ന് ഒരിക്കൽ കൂടെ കർത്താവിനെ ആരാധിപ്പാൻ അവൻ കൃപയിലോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്തുള്ള ബിൽവേഴ്സ് ബ്രദറൻ ചർച്ചിലെ മക്കളോട് കർത്താവിനെ ആരാധിച്ചു. ഇന്ന് പ്രത്യേക സാഹചര്യത്തിൽ ഞാനിവിടെ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് പൊതുവായിട്ട് നമ്മുടെ കർത്താവിനെ മഹാരാജാവായ മഹാദൈവമായ മഹാബലിയായ മഹാപുരോഹിതനായ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കിട്ടിയ അവസരത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, എൻ്റെ നാമത്തെ ഉയർത്താം. ഈ പുസ്തകത്തിൽ നിന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 39 വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പേജ് നമ്പർ 96. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ വാക്യം. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനും അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവെ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തോളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദേശിയിലായിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എപ്പോഴും ഞാൻ ഈ ദുഷ്പ്രവൃത്തിക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാനും ആ ദുഷ്പ്രവൃത്തിക്കാർക്ക് ഒട്ടും നല്ലവനായിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകും. എൻ്റെ പൂർവ്വകാലം പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ് ഞാൻ എൻ്റെ 33-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ വീഴുവാൻ കുറ്റങ്ങളേറ്റ് പറഞ്ഞ് അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ 31 വർഷക്കാലം എൻ്റെ കർത്താവ് എന്നെ അത്ഭുതകരമായി അതിശയമായി നടത്തുന്നു എന്നോർത്ത് ഞാൻ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, മറ്റ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, ദുഷ്പ്രവൃത്തിക്കാരും അവനെ ദുഷ്പ്രവൃത്തിക്കാരും കർത്താവിനെ ദുഷിച്ചു എന്ന് പറയും. ഒരിക്കൽ രണ്ടുപേരും കർത്താവിനെ ദുഷിച്ചതായിരുന്നെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുവൻ അവന് സുബോധം വന്നു. അവനൊരിക്കലും കേട്ട് കാണും, യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ സകല ലോകത്തിൻ്റെയും പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ മരിക്കും, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യും, രാജാവായി വരുമെന്നുള്ളത് അവൻ കേട്ടിരിക്കുക. അപ്പോൾ അവന് സുബോധം വന്നു. അപ്പോൾ അവൻ മനസ്സിലായി, വാസ്തവമായും യാതൊരു തെറ്റും ചെയ്യാത്ത ഈ കർത്താവായ നാം മെസ്സിഹ എന്ന് മനസ്സിലാക്കി. ഈ കർത്താവ് തിരുവചന പ്രകാരം മരിച്ചടക്കപ്പെട്ടിട്ട് 3-ാം നാൾ തന്നെ സ്വർഗ്ഗാരോഹണം ചെയ്യും, രാജാവായി വരുമെന്ന് വിശ്വസിച്ചതുകൊണ്ട് കർത്താവിനോട് അപേക്ഷിച്ചു, യേശുവിൻ്റെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. കർത്താവിൻ്റെ മറുപടി ഇതിനോടൊപ്പം പരദീസയിൽ ആയിരിക്കും. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ നിന്ന് നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദമനെയും ഹവ്വയെയും അനുസരണക്കേട് നിമിത്തം പുറത്താക്കി കളഞ്ഞു. തിരിയുന്ന വാളുമായി തിരുമുള്ള നിർത്തി ഇവിടെ പ്രവേശിക്കാതിരിക്കാൻ. ആ വിശുദ്ധ സ്ഥലത്തേക്ക് ഈ പാപിയായ മനുഷ്യനാണ് യേശുവിൻ്റെ പാപം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊന്നും അവിടെ കടക്കുവാൻ സാധ്യമായിരുന്നില്ല. യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും നമ്മൾ ശുദ്ധീകരിക്കുന്നു. കാലത്തെ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുക പ്രവൃത്തികളും കാരണമല്ല. നിങ്ങളുടെ നമ്മുടെ കുലമഹിമയോ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ ആരോഗ്യമോ ഒന്നുമല്ല, കൃപ. നമ്മുടെ സൽപ്രവൃത്തിയൊന്നുമല്ല. കർത്താവ് നമുക്ക് കരുണ കാണിച്ചു മാത്രം നമ്മുടെ പാപത്തിൽ പോകാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ നമുക്ക് വേണ്ടി മഹാബലിയായിത്തീർന്നു. 2024 വർഷങ്ങൾക്ക് മുമ്പ് തിരുവഴുത്തിൻ പ്രകാരം കന്യാസ്ത്രീയായ മറിയം ഗർഭിണിയായി ഒരു പുത്രനെ ലോക ചരിത്രത്തിൽ സംഭവിക്കാത്തതാണ്. ഒരു കന്യാസ്ത്രീ ഗർഭം ധരിക്കുകയാണ്. ആ തിരുവഴുത്തിൻ പ്രകാരം ആ ഗർഭം ജനിച്ച ആ രാജാവായി പിറന്നവൻ, അതെ, അവൻ പിന്നീട് രാജാവുകയല്ല, രാജാവായി പിറന്ന യേശു
21 വർഷം ഭൂമിയിൽ ശാപഗ്രസ്തമായ നമ്മെ രക്ഷിപ്പാൻ കടന്നു വന്നു. നമ്മുടെ പാപവും ശാപവും രോഗവും എല്ലാം അവൻ നിർവഹിച്ചു. ന്യായപ്രമാണം പറയുന്നത് പാപി മരിക്കണം എന്നുള്ളത് ന്യായപ്രമാണമാണ്. രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളെല്ലാം പാപികളാണെന്ന് നാം മരിക്കേണ്ടവരാണ്. പക്ഷേ നമുക്ക് പകരമായി നമ്മുടെ കാലം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരമായി മരിച്ചു, രക്തം ചൊരിഞ്ഞു. അവൻ്റെ ചങ്ങിൽ രക്തം, അവസാനത്തിൽ രക്തം വഴി നമുക്കായി ഊറ്റി തന്നു. ആ പുണ്യാഹരത്വത്താൽ, പരിശുദ്ധ രക്തത്താൽ, തിരുത്തത്താൽ നമുക്ക് രാജകീയ പൗരോഹിത്യം നൽകി. നമ്മുടെ അശുദ്ധരായ നമ്മുടെ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർത്തു. സമാധാനമില്ലായിരുന്നു നമുക്ക് സമാധാനപ്രഭുവായിട്ട് നിഷ്കേഷിക്കുവാൻ സകല ബുദ്ധിയും കഴിഞ്ഞ സമാധാനം തന്നു. സന്തോഷമില്ലായിരുന്നു നമുക്ക് രക്ഷയുടെ സന്തോഷം നൽകി. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശു നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും അവൻ ചെയ്തതിന് പകരമാകയില്ല. കാരണം കൂടാതെ അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് തന്നെ അവനെ ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാഗാരുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നമ്മുടെ ഹൃദയം നിറഞ്ഞു കരയുന്നതല്ലാത്ത സ്തോത്രം അർപ്പിച്ച് തിരുനാമത്തെ ഉയർത്താം, മഹത്വപ്പെടുത്താം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം മാത്രം ഉയർത്തപ്പെടുമാറാകട്ടെ. ആമേൻ.